ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കേസിൽ വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന് ജാമ്യം. സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഡൽഹി കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിനായി 20,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടും 2 ആൾ ജാമ്യവും നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഈ മാസം 16 മുതൽ 29 വരെയാണ് ജാമ്യം. കർശനമായ വ്യവസ്ഥകളോടെയാണ് ജാമ്യം നൽകിയത്. പുറത്തു പോകുമ്പോൾ സോഷ്യൽ മീഡിയ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കോടതി ഖാലിദിന് നിർദ്ദേശം നൽകി. ഈ കാലയളവിൽ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി മാത്രമേ ഇടപഴകാൻ അനുവാദമുള്ളൂ. താൽക്കാലികമായ സ്വാതന്ത്ര്യം നിയന്ത്രണ വിധേയമായും ഉദ്ദേശശുദ്ധിയോടെയും തുടരുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ഈ വ്യവസ്ഥകളെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2020 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് UAPA ചുമത്തി ഉമർ ഖാലിദ് അടക്കമുള്ള ഗവേഷക വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ഒരു വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദിനാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സഹോദരിയുടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് ഡൽഹി കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യത്തിന് കൃത്യമായ ഉപാധികൾ കൂടിയുണ്ട്. ജാമ്യത്തിനായി 20,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടും 2 ആൾ ജാമ്യവും നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 16 മുതൽ 29 വരെയാണ് ഈ ജാമ്യം നൽകിയിരിക്കുന്നത്. കർശനമായ വ്യവസ്ഥകളും ഉപാധികളോടുമാണ് ജാമ്യം നൽകിയത്. പുറത്തു പോകുമ്പോൾ സോഷ്യൽ മീഡിയ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കോടതി ഖാലിദിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വിലക്കും ഖാലിദിന് കോടതി നൽകിയിട്ടുണ്ട്. ഈ കാലയളവിൽ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി മാത്രമേ ഇടപഴകാൻ പാടുള്ളൂ. ആരുമായി ഒരു അനാവശ്യ സംസാരം പാടില്ല എന്നതാണ് കോടതി പറയുന്നത്. താൽക്കാലിക സ്വാതന്ത്ര്യം നിയന്ത്രണ വിധേയമായും തുടരുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ഈ വ്യവസ്ഥകളെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2020 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് UAPA ചുമത്തി ഉമർ ഖാലിദ് അടക്കമുള്ള ഗവേഷക വിദ്യാർത്ഥികളെ അന്ന് അറസ്റ്റ് ചെയ്തത്.